ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കരുളായിലാണ് കേട്ടോ. കരുളായി എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനടുത്ത് ഉള്ളൊരു പ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ. അവിടെ കളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കരുളായിൽ. അവിടെയാണ് ഇന്ന് അടുപ്പ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്ക് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വിട്ടുതരും. പല മോഡൽ അടുപ്പുകളുണ്ട്. 7000 റുപ്യ മുതൽ 33,000 റുപ്യ വരെ വിലയുള്ള പല മോഡൽ അടുപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടുതരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കളത്തിൽ ഇവിടെയുള്ള ഈ വീട്ടിലാണ് ഇന്ന് ചെയ്യാനുള്ളത്. ഒരു കുഴപ്പമില്ലാത്തൊരു 2 നില വീടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അൾട്രേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ അടുക്കളയും ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നല്ല അടുപ്പ് തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂറും ഞാനും കൂടെ പോയിക്കാണ്ട് ചെയ്യാൻ. സെക്യൂർ നമ്മൾ തുണക്കാരൻ തന്നെ ഹെൽപ്പറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീട്ടിൽ വർക്ക് ഏരിയ അങ്ങനെ ഇത് ആദ്യം അകത്തുനിന്നായിരുന്നു ചിമ്മിനി, ഇപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വർക്ക് ഏരിയക്കാക്കി അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതായിരുന്നു. ഇത് 2M നല്ല കനമുള്ള കാസ്റ്റാണ്. 2mm SS സ്റ്റീലാണ്. 304 തിക്നെസ്സുള്ള സ്റ്റീലാണ്. കാന്തം പിടിക്കാത്ത സ്റ്റീലായതുകൊണ്ട് തന്നെ സ്റ്റീൽ പൊള്ളൊക്കെ കത്തിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നല്ല കട്ടിങ്ങാനുള്ള സ്റ്റീലാണ്. ഇത് കണ്ടില്ല, ഇത്ര കനമുണ്ടാവും സ്റ്റീൽ. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇപ്പോൾ ആലുവടുപ്പിൻ്റെ മാർക്ക് പൊള്ളക്കണ പ്രശ്നമോ കത്തിപ്പോണ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഉള്ളിൽ വെക്കുന്ന കാസ്റ്റാണും തന്നെ നല്ല കനമുള്ള കാസ്റ്റാണ്. കനം കുറഞ്ഞ കാസ്റ്റാണും ഉണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും നല്ല കനമുള്ള കാസ്റ്റാണ് എന്നെ വെക്കൽ. സ്റ്റീലും തന്നെ ഇത്ര കനമുള്ളത് കൊണ്ട് അത് കത്തിപ്പോവുക പൊള്ളക്കി ആലുവടുപ്പിൻ്റെ മാർക്കുള്ള അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ സ്റ്റീലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ 10 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയോട് കൂടിയാണ് സ്റ്റീൽ ചെയ്യുന്നത്. നല്ല SS സ്റ്റീലാണ്. ജിൻഡാലിൻ്റെ സ്റ്റീൽ തന്നെയാണ് ഇന്ന് നിലവിലെ ഏറ്റവും നല്ല സ്റ്റീലാണ് ജിൻഡാൽ. അത് തന്നെയാണ് ചെയ്യുന്നത്. കാസ്റ്റേണും തന്നെ ഇത്ര കനമുള്ളതും കൊണ്ട് കാസ്റ്റേണിനും ഒരു കംപ്ലൈൻറ്റും വരില്ല. ധൈര്യമായിട്ട് വെക്കാം. ഇപ്പോൾ നിലവിൽ ഉള്ള അടുപ്പുകളിലെ ഏറ്റവും നല്ല അടുപ്പ് ഇതാണ്. 17 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഉള്ളിലിങ്ങനെ കാസ്റ്റേണൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉള്ളിൽ പൊട്ടിപ്പൊളിയുന്ന പ്രശ്നമോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ചൂടും തന്നെ നല്ലോണം നിലനിൽക്കും. ചുറ്റുഭാഗം ഇതുപോലെ മെറ്റലൊക്കെ ഇട്ട് ചെയ്യണത് കൊണ്ട് തന്നെ ആ മെറ്റലുകളും ചൂടായി കഴിഞ്ഞാൽ കാസ്റ്റേണും മെറ്റലോട് ചൂടായി കഴിഞ്ഞാൽ അടുപ്പ് ഫുൾ ടൈം നല്ല ചൂടായിരിക്കും. നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും. പുകയൊക്കെ നല്ല ഉഷാറായിട്ട് പുറത്ത് പോവും. അത് നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ ഉള്ളൊക്കെ തേച്ച് വൃത്തിയാക്കി നല്ല ഫിനിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സാധാരണ ഉള്ളൊക്കെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊന്നും ഇനി ഒരു പണിയും വരില്ല. ചുറ്റുപാടുള്ള ഗ്രാനൈറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ ഞങ്ങൾ റഫായിട്ട് ചെയ്ത് പോകലാണ്. പുതിയ വീടും അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ പണികൾ വേറെ നടക്കുന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ഗ്രാനൈറ്റ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ റഫാക്കിയിട്ട് പോകലാണ്. തേച്ച് ഫിനിഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിടും. ബാക്കിലുള്ള ഹോൾസിൻ്റെ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഗ്രാനൈറ്റ് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അടിയിൽ ടൈൽസിൻ്റെ പീസ് വെച്ചാൽ അവിടെ ആ ഹോൾസ് ചെറുതാവുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പുമ്പോൾ അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ മൂടി ഉണ്ടാവും. എൻ്റെ ആ മൂടിമേൽ എൻ്റെ പേരും ഫോൺ നമ്പറും അച്ച് ചെയ്തിട്ടുണ്ട്. അത് കാലാകാലം അതിന്മേ അങ്ങനെ തന്നെ ആ പേരും ഫോൺ നമ്പറും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ ഞാൻ വന്ന് നോക്കാനും ഒക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ റെഡിയാണ്. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ തന്നെയാണ് ഗ്രാനൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അല്ലേ, ഇത് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ചുറ്റുഭാഗം വൈറ്റ് ടൈലും കൊടുത്താൽ നല്ല ഉഷാറായിട്ട് അടിപൊളി കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്താ സ്റ്റൈലെന്ന് പറയും. ഇത് 9ഉം 11ഉമാണ് അടുപ്പിൻ്റെ അളവ്. സാധാരണ ആലുവടുപ്പ് 8ഉം 9 ഉണ്ടാവുള്ളൂ. ഇത് 9ഉം 11ഉമാണ്. റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും വട്ടം കിട്ടും. അപ്പോൾ നല്ല ഭംഗിയാണ് അടുപ്പ് കാണാൻ. അടുക്കളൊക്കെ ഒരു ഐശ്വര്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കുടുംബത്തിലെ അയൽവാസികൾക്കൊക്കെ എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുക്കുക അടുപ്പ് ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ. ഇതിൻ്റെ അടുപ്പിൻ്റെ മുകളിലത്തെ സ്റ്റീൽ ചൂടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടത്തെ സ്റ്റീലിന് ചൂട് വരുന്നില്ല. അത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽസിലാണ് ചെയ്യണത്. ആ സ്റ്റീൽ ചൂടാവും എന്നുള്ള പേടി വേണ്ട. ഒരു ചായ ഗ്ലാസ്മ തുറന്ന ആ ഒരു ചെറിയ ചൂടേ അതിമക്ക് വരുള്ളൂ. ഫ്രണ്ടിക്ക് ചായക്ക് കൊടുത്തുകൊണ്ട് അത്ര വലിയ ചൂടൊന്നും വരില്ല. ആ ഒരു പേടിയൊന്നും വേണ്ട. അടുപ്പിൻ്റെ മുകളിലത്തെ സ്റ്റീൽ മാത്രമേ ചൂടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലെ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിലും
നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. അങ്ങനെ കേരളത്തിൽ 14 ജില്ലയിലും എവിടെയാണെങ്കിലും വിളിച്ചാൽ നമ്മൾ വന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി. ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ വിട്ടുതരും. എന്നിട്ട് നിങ്ങളെ സ്ലാബിൻ്റെ ഫോട്ടോസും ലൊക്കേഷനും വിട്ടുതന്നാൽ ഞാൻ വന്ന് വർക്ക് ചെയ്ത് തരും ചെയ്യും.